നമ്മൾ ലെഗസി വിൽക്കാൻ പഠിക്കണം, ലെഗസി പറയാൻ പഠിക്കണം. എന്നെ ഈ ലെഗസി വിൽക്കാൻ ഞാനിത് പഠിച്ചെടുത്തത് താജ്മഹൽ കാണാൻ പോയപ്പോഴാണ്. എനിക്ക് 2010 ഒരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ആ നാഷണൽ അവാർഡ് മേടിക്കാൻ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഹണിമൂൺ ട്രിപ്പ്. ഞാൻ ബേസിക്കലി പിശുക്കനായതുകൊണ്ട് ട്രിപ്പൊന്നും പോകത്തില്ല. എന്തെങ്കിലും അവാർഡോ ക്ലാസ്സോ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞങ്ങൾ ട്രിപ്പ് കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ രാജസ്ഥാനി അവാർഡ് മേടിക്കാൻ പോകുന്നു. അപ്പം ഉത്തർപ്രദേശിൽ പോയാൽ താജ്മഹൽ കാണാം. അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കാണാൻ പോയി. കാണണം കേട്ടോ, ശരിക്കും ഞെട്ടിപ്പോവും. നമ്മൾ ഈ ഫോട്ടോ കാണുന്നതൊന്നുമല്ല, നമ്മൾ അവിടെ കാണുമ്പോൾ അതിൻ്റെ ആ വലിപ്പം കാണുമ്പോൾ നമ്മൾ പോയിട്ടുള്ളൊരു കൈവയ്ക്ക് താജ്മഹൽ കണ്ടുള്ളവർ ബാക്കിയുള്ളവർ ആഫ്റ്റർ മാരേജ് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ കാണണം, അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ഗൈഡായിരുന്നേ. അപ്പോൾ അത് കണ്ട് പകുതിയായപ്പോഴേ ഗൈഡ് പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ സന്തതി പരമ്പരയിലുള്ള, അതായത് ഈ താജ്മഹൽ പണിത അവരുടെ അനന്തരാവകാശികളില്ലേ, മക്കളുടെ മക്കളൊക്കെ അവരിവിടെ ഉണ്ട്, അവരെ മീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അത് കൊള്ളാലോ, താജ്മഹൽ പണിത ആൾക്കാരെ, ഇത്രയും മനോഹരമായ ശില്പം പണിത ശില്പികളുടെ അനന്തരാവകാശികളെ ഇപ്പോൾ കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാം. അപ്പം ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരു കുഞ്ഞിക്ക ഒരു ചെറിയ ഷോപ്പ് പോലെ നമുക്ക് തോന്നും. വാതിക്കെ ഇങ്ങനെ പലതരത്തിലുള്ള മാർബിൾ വെച്ചിട്ടുണ്ട്, രത്നങ്ങളുടെയൊക്കെ പല മോഡൽ നമുക്ക് അവിടെ കാണാം. അവരിങ്ങനെ നിലത്തിരുന്നുകൊണ്ട് ഇതിങ്ങനെ ഉരയ്ക്കുന്നതും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും, കുറേയൊക്കെ അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇദ്ദേഹം എൻ്റെ ഗൈഡ് പറഞ്ഞു, അകത്ത് കയറി ഇത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് പറഞ്ഞു. അകത്തോട്ട് കയറുമ്പോഴാണ് അതൊരു വലിയ ഷോപ്പാണ്. ആ ഷോപ്പിൽ കുറേ ആൾക്കാരുണ്ട്, പല ടൈപ്പ് ഓഫ് താജ്മഹൽസ് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു മിടുക്കനായ നമ്മുടെ ഈ പ്രണവസ്ഥാനെ പോലെ നല്ല സ്മാർട്ടായിട്ടുള്ളൊരു പയ്യൻ, മതി സാർ, യു ആർ ഫസ്റ്റ് ടൈം ഇൻ ഉത്തർപ്രദേശ്? യെസ്. പുള്ളി ഇങ്ങനെ ഓരോ മാർബിളിൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്, ഇതുകൊണ്ടാണ് താജ്മഹലിൻ്റെ ഇന്ന പാർട്ട്, ഇതുകൊണ്ടാണ് ഇന്ന ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്, ഇതുകൊണ്ടാണ് ഇന്ന തൂണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭംഗിയുള്ള കുറേ താജ്മഹൽസ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് പുള്ളി പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനോ മറ്റോ ആണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പറയുന്നത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, സാറിൻ്റെ വൈഫിന് ഏറ്റവും സ്നേഹത്തോടെ സാർ കൊടുക്കേണ്ട ഗിഫ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞൊരു താജ്മഹൽ എൻ്റെ അടുത്ത് തന്നിട്ട്, സാർ ആക്ച്വൽ പ്രൈസ് ഈസ് 10,000, ഫോർ യു ഓൺലി 8,000. ബിസിനസ്സിന്. അപ്പോഴാണ് സംഭവം. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ സാർ, ഓൺലി ഫോർ യു 6,000. നോട്ട് ഇൻട്രസ്റ്റഡ്. സാർ സ്പെഷ്യൽ ഫോർ യു 4,000 സാർ. എനിക്ക് സംസാരം ഭയങ്കര ഇഷ്ടപ്പെട്ട, കാരണം ഇവൻ്റെ പാരമ്പര്യമാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. എനിക്കറിയാം, എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിക്കണം, കാരണം മേടിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഇവൻ ആ സംസാരിച്ച രീതിയില്ല, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഓർത്ത് ഇതിനിപ്പുറം വേറെ താജ്മഹൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഹൗ മച്ച് ഫോർ ദിസ്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഫോർ ദിസ് സാർ ഓൺലി 1,000, ബട്ട് സാർ ഫീൽ ദ ഡിഫറൻസ്. ഇതിൽ ടച്ച് ചെയ്ത് നോക്കൂ, ഇത് ഭയങ്കര റഫാണ്. ഇതിൽ ടച്ച് ചെയ്ത് ഇത് സ്മൂത്ത്. ദ സെയിം മാർബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ്, ഐ ഇൻട്രസ്റ്റ് വിത്ത് ദിസ്. ഓക്കെ സാർ, 2,000 ഓൺലി ഫോർ യു. അപ്പം ഞാൻ വീണ്ടും ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ അതിനകത്ത് കയ്യിലോട്ട് തരാം, സാർ യു ക്യാൻ ഫിക്സ് ദ പ്രൈസ്. ഞാൻ 1,200 മേടിച്ചു. എത്ര തുടങ്ങിയതാ? ഞാനത് മേടിച്ചത് എനിക്കത് മേടിക്കാനുള്ള കൊതി കൊണ്ടല്ല. പുള്ളി കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തു. ഒന്ന്, സാറും വൈഫും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത് പ്രണയത്തിൻ്റെ സിമ്പലാണ്. നിങ്ങളുടെ പ്രണയത്തിന് ഈ സിമ്പൽ വെക്കണം. ലൈഫ് ലോങ് നിങ്ങൾക്കിത് കാണുമ്പോൾ ആ പ്രണയം ഓർമ്മ വരണം. ഇങ്ങനെ കുറേ പറഞ്ഞ് ആ താജ്മഹലിൻ്റെ പാരമ്പര്യം മുഴുവൻ അവിടെ പറഞ്ഞു. ആക്ച്വലി പുള്ളി വിറ്റത് താജ്മഹൽ അല്ല, പകരം ലെഗസിയാണ്, പാരമ്പര്യമാണ്. നമ്മൾ ശരിക്കും സെല്ല് ചെയ്യേണ്ടത്, നമ്മൾ സമൂഹത്തോട് പറയേണ്ടത് ലോജിക്കിൻ്റെ പാരമ്പര്യമാണ്, ലോജിക്കിൻ്റെ വിഷനാണ്.